നിന്ന് തലശ്ശേരിയിലേക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിച്ചാലോ? എങ്ങനെ നടക്കാൻ എന്ന് ചിന്തിക്കാൻ വരട്ടെ, നടക്കും. പക്ഷേ ചൈന വിചാരിക്കണം. ചൈനയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ്. മണിക്കൂറിൽ 450 കിലോമീറ്ററാണ് ഈ ട്രെയിനിന്റെ സ്പീഡ്. ഈ ട്രെയിൻ കേരളത്തിൽ ഓടുകയാണ് എങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തലശ്ശേരിയിലെത്താൻ സാധിക്കും. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനിന് ചൈന നൽകിയിരിക്കുന്ന പേര് CR450 എന്നാണ്. ഇതുവരെ ചൈന പുറത്തിറക്കിയ ബുള്ളറ്റ് ട്രെയിനുകളിൽ ഏറ്റവും വേഗതയേറിയത് CR400 ആയിരുന്നു. മണിക്കൂറിൽ 400 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ട്രെയിൻ ഓടുന്നത്. പുതിയ ട്രെയിനിന്റെ പരീക്ഷണ ഘട്ടത്തിൽ 450 കിലോമീറ്റർ വേഗത കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ചൈനീസ് റെയിൽവേ അധികൃതർ നൽകുന്ന വിശദീകരണം. പുതിയ മോഡൽ യാത്രാ സമയം കുറയ്ക്കാനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമായ യാത്രാ അനുഭവം പ്രദാനം ചെയ്യും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അതേസമയം നിരവധി റൂട്ടുകളിൽ ചൈനീസ് റെയിൽവേ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട് എങ്കിലും ബീജിംഗ് ഷാങ്ഹായ് റൂട്ടിൽ മാത്രമാണ് ഇത് സാമ്പത്തികമായി ലാഭം നേടുന്ന സർവീസ് ആയിട്ടുള്ളത്. മറ്റു റൂട്ടുകളിലൊന്നും ലാഭം കണ്ടെത്താൻ ചൈനീസ് റെയിൽവേക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ ലാഭം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല എന്നാണ് ചൈനീസ് അധികൃതർ പറയുന്നത്. ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് വിപുലീകരണം രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും യാത്രാസമയം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചൈന വ്യക്തമാക്കുന്നു. ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്ന റൂട്ടുകളിൽ കൂടുതൽ വ്യാവസായിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നും ചൈന അവകാശപ്പെടുന്നു. മണിക്കൂറിൽ 450 കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന തരത്തിൽ ചൈന രൂപകൽപ്പന ചെയ്തവയാണ് CR450 ബുള്ളറ്റ് ട്രെയിനുകൾ. നിലവിൽ ചൈനയിലെ അതിവേഗ ട്രെയിനുകളുടെ പരമാവധി ഓപ്പറേറ്റിംഗ് വേഗത എന്ന് പറയുന്നത് മണിക്കൂർ 350 കിലോമീറ്റർ ആണ്. എന്നാൽ ജപ്പാനിലും ഫ്രാൻസിലെയും ഒക്കെ അതിവേഗ ട്രെയിനുകളുടെ ഏറ്റവും വേഗതയേറിയ ഓപ്പറേറ്റിംഗ് വേഗത മണിക്കൂറിൽ 320 കിലോമീറ്റർ ആണ്. ഈ പട്ടികയുടെ തലപ്പത്തേക്കാണ് ചൈന പുതിയ ട്രെയിനുമായി എത്തുന്നത്. ചൈനയുടെ ഈ അതിവേഗ ട്രെയിൻ യാത്രകൾക്ക് വലിയ പഴക്കമൊന്നുമില്ല എന്നതാണ് വലിയ അത്ഭുതം. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചൈനയിൽ അതിവേഗ റെയിൽ പാതകളൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ റെയിൽ പാതകളായിരുന്നു. ചൈനയിലെ അക്കാലത്തെ റെയിൽ യാത്രകളൊക്കെ വേഗം കുറഞ്ഞതും പലപ്പോഴും സുഖകരമല്ലാത്തതുമായിരുന്നു. സാവധാനത്തിലുള്ള ഷാങ്ഹായ് ബെയ്ജിംഗ് യാത്രകൾ പലപ്പോഴും യാത്രക്കാരുടെ ക്ഷമ പരീക്ഷിച്ചിരുന്ന സർവീസുകളാണ്. എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ചൈന ലോകത്തിന് മുന്നിൽ കാണിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അതിവേഗ റെയിൽവേ ശൃംഖലയുള്ള രാജ്യമാണ് ചൈന. 42,000 കിലോമീറ്റർ കുറയാത്ത അതിവേഗ റെയിൽ പാത രാജ്യത്തുണ്ട്. രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളെയും കൂട്ടിയിണക്കുന്ന ഈ അതിവേഗ പാതകൾ നിലവിൽ വന്നു കഴിഞ്ഞു. 28,000 കിലോമീറ്ററോളം പാത നിർമ്മാണ ഘട്ടത്തിലാണ്. 2035ഓടെ അതിവേഗ റെയിൽ പാതയുടെ ദൈർഘ്യം 70,000 കിലോമീറ്ററായി ഉയരും എന്നാണ് പ്രതീക്ഷ. പല ലൈനുകളിലും പരമാവധി വേഗത മണിക്കൂറിൽ 350 കിലോമീറ്ററാണ്. അതിനാൽ തന്നെ വലിയ നഗരങ്ങൾ തമ്മിലുള്ള ദൂരം കുറയുന്നു. തിരക്കേറിയ റൂട്ടുകളിൽ വിമാന കമ്പനികളുടെ കുത്തക തകർക്കപ്പെടുകയും ചെയ്തു. അതിവേഗ റെയിൽ പാതയുടെ ചരിത്രം തുടങ്ങുന്നത് ചൈനയിൽ നിന്നല്ല, ജപ്പാനിൽ നിന്നാണ്. 1950കളിൽ ജനസാന്ദ്രത കൂടിയ ടോക്കിയോ ഒസാക്ക ഇടനാഴിയിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം റോഡിലെയും വെയിലിലെയും തിരക്ക് ഗുരുതരമായൊരു പ്രശ്നമായി തീർന്നു. ജാപ്പനീസ് സർക്കാർ ഒരു പുതിയ അതിവേഗ റെയിൽ സേവനത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. അതിൽ നിന്നാണ് അതിവേഗ ട്രെയിനുകൾ എന്ന ആശയം പിറവിയെടുക്കുന്നത്. 1964-ൽ ജപ്പാനിൽ അതിവേഗ ട്രെയിനുകൾ ഓടിത്തുടങ്ങി. ഇന്ന് മണിക്കൂറിൽ 300 കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളും 3000 കിലോമീറ്ററിന് മുകളിൽ അതിവേഗ റെയിൽ പാതയും ജപ്പാനിലുണ്ട്. അതിവേഗ ട്രെയിനുകൾക്ക് ലോകമെമ്പാടും ബാധകമാകുന്ന ഒരൊറ്റ മാനദണ്ഡമില്ല. എന്നാൽ മണിക്കൂറിൽ 250 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ സഞ്ചരിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ലൈനുകൾ, അതല്ലെങ്കിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള തരത്തിൽ നവീകരിച്ച ലൈനുകളാണ് അതിവേഗ പാതയായി കണക്കാക്കുന്നത്. ഇപ്പോൾ 22ഓളം രാജ്യങ്ങളാണ് അതിവേഗ റെയിൽ പാത കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത്. അതിൽ ലോകത്തെ ഏറ്റവും വലിയ അതിവേഗ റെയിൽ പാതയുള്ള രാജ്യം ചൈനയാണ്. ഏറ്റവും വേഗത്തിൽ ട്രെയിൻ ഓടുന്നതും ചൈനയിൽ തന്നെയാണ്. അത്ര വിപുലവും വികസിതവുമാണ് ചൈനയുടെ അതിവേഗ റെയിൽ പാതകൾ. അതിൻ്റെ അടുത്തെത്താൻ മറ്റു രാജ്യങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. യൂറോപ്പിലെ ഏറ്റവും വിപുലമായ അതിവേഗ റെയിൽ ശൃംഖലയുള്ള സ്പെയിനാണ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നവയാണ് സ്പെയിൻ്റെ ട്രെയിനുകൾ. അവർക്ക് 4300 കിലോമീറ്ററിലധികം അതിവേഗ റെയിൽ പാതയാണുള്ളത്. 1300 കിലോമീറ്റർ നിർമ്മാണത്തിലുമുണ്ട്. ഫ്രാൻസും ജപ്പാനും ജർമ്മനിയുമാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. ഇക്കൂട്ടത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ വളരെ പിന്നിലാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇത്തരത്തിലൊരു ട്രെയിൻ സർവീസ് നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ നമുക്കൊക്കെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ തലശ്ശേരിയിലേക്ക് എത്താമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ന്യൂസ് ഡെസ്ക് കർമാസ്.